ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. എനിക്കന്ന് 31 വയസ്സ് പ്രായമുണ്ടാകും. കുട്ടിക്കാലം മുതലേ എനിക്ക് വാഹനങ്ങളോട് വലിയ താല്പര്യമായിരുന്നു. ഒരു ബസ് വാങ്ങിക്കണം എന്നത് ചെറുപ്പം മുതലേയുള്ള എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. ഒടുവിൽ ഞാനും എൻ്റെ അടുത്ത സുഹൃത്ത് ഉണ്ണിയും ചേർന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ തമിഴ്നാട് ബോർഡറിൽ ലൈലാൻഡ് ബസ് ഒരെണ്ണം കൊടുക്കാനുള്ളതായി ഒരു സുഹൃത്ത് വഴി അറിഞ്ഞു. 4 വർഷം മാത്രം സർവീസ് നടത്തിയ ബസ്സാണ്. അധികം പഴക്കമില്ല. വിലയും കുറവാണ്. വിവരം കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ 4 സുഹൃത്തുക്കൾ ചേർന്ന് തമിഴ്നാട്ടിൽ പോയി ബസ് കണ്ട് കച്ചവടം ഉറപ്പിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുഴുവൻ തുകയും നൽകി ഞങ്ങൾ ബസ് നാട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് നാട്ടിൽ ബസ്സുകൾ വളരെ കുറവുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബസ്സിന് നാട്ടിൽ വലിയ സ്വീകരണമായിരുന്നു. ആദ്യത്തെ ദിവസം എല്ലാവർക്കും ഞങ്ങളുടെ ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അവസരം നൽകി. ഞാനും ഉണ്ണിയുമായിരുന്നു ബസ്സിലെ സ്ഥിരം ഡ്രൈവർമാർ. ഞങ്ങളുടെ ഉറ്റ സുഹൃത്തായ രാജൻ കണ്ടക്ടർ സ്ഥാനം ഏറ്റെടുത്തു. വളരെ സന്തോഷം നിറഞ്ഞ നാളുകളായിരുന്നു പിന്നീട്. രാവിലെ 5 മണിക്കാണ് ആദ്യത്തെ ട്രിപ്പ് എടുക്കുക. രാവിലെ മുതൽ ഉച്ച വരെയുള്ള ട്രിപ്പിൽ ഉണ്ണിയായിരുന്നു ഡ്രൈവർ. ഞാൻ കിളിയായി ഡോറിൽ നിൽക്കും. ഉച്ചയ്ക്ക് ശേഷം നേരെ തിരിച്ചാണ്. ഞാൻ ഡ്രൈവറും ഉണ്ണി ക്ലീനറും. രാത്രി 10 മണിക്കാണ് ട്രിപ്പ് അവസാനിക്കുക. 11 മണി വരെ ബസ് കഴുകാനും വരവ് ചെലവ് കണക്കുകൾ കൂട്ടാനുമുള്ള സമയമാണ്. അന്ന് ഞങ്ങൾക്ക് മോശമല്ലാത്ത വരുമാനം കിട്ടാറുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ചേർന്നാണ് ബസ് കഴുകാറുള്ളത്. ഉണ്ണിയുടെ സുഹൃത്ത് പ്രകാശൻ്റെ വീടിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് ബസ് നിർത്തിയിടാറുള്ളത്. അവിടെ അതിനായി ഞങ്ങൾ ഓല കൊണ്ട് ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. പതിവ് പോലെ രാവിലെ മുതൽ ഞങ്ങൾ സർവീസ് തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം ഞാനായിരുന്നു ബസ് ഓടിച്ചിരുന്നത്. നാട്ടിലെ വായനശാല കഴിഞ്ഞുള്ള വളവിൽ വെച്ച് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു യുവതി റോഡ് ക്രോസ് ചെയ്തു. വളവുകളിൽ കാൽനടയാത്രക്കാർ പൊതുവെ ക്രോസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ പെട്ടെന്ന് പകച്ചുപോയി. സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞാൻ ബസ് വെട്ടിച്ചു നിർത്തി. അവരെ ഇടിച്ചു വീഴ്ത്തി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഭാഗ്യത്തിന് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവരുമായി സംസാരിച്ച് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കി. വീണ്ടും ഓട്ടം തുടർന്നു. രാത്രി ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ണിയും രാജനും കവലയിലിറങ്ങി. രാത്രിയിലെ ഭക്ഷണം അശോകേട്ടൻ്റെ ഹോട്ടലിൽ നിന്നായിരുന്നു കഴിക്കാറ്. ഞാൻ ബസ് പാർക്ക് ചെയ്ത് സൈക്കിൾ എടുത്ത് ഹോട്ടലിലേക്ക് എത്താറാണ് പതിവ്. അങ്ങനെ അവരെ ഹോട്ടലിൽ ഇറക്കി ഞാൻ ബസ് എടുത്ത് മുന്നോട്ട് പോയി. ഞാൻ അറിഞ്ഞിരുന്നില്ല അന്നത്തെ രാത്രി എന്നെ കാത്തിരിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ച്. ഞാൻ അന്നും ഇന്നും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിന് വിപരീതമായ ശക്തികളുണ്ടെന്നും ഞാൻ കരുതുന്നു. ഒരു പക്ഷേ ആ ഒരു ചിന്തയാവാം എന്നെ അന്ന് വളരെയേറെ പേടിപ്പെടുത്തിയത്. ഞാൻ അന്ന് പതിവ് പോലെ ബസ് പറമ്പിലെ ഷെഡിൽ പാർക്ക് ചെയ്തു. ബസ്സിലെ ഷട്ടറുകളും കർട്ടനുകളുമെല്ലാം അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം ഞാൻ താക്കോലുമായി പുറത്തിറങ്ങി. ബസ്സിൻ്റെ ചുറ്റുപാടും ഒരു റൗണ്ട് നടന്നു. ആ നടത്തം എന്നും പതിവുള്ളതാണ്. ശ്രദ്ധയിൽപ്പെടാത്ത വല്ല കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനും മറ്റും ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറുള്ളതാണ്. അതിനുശേഷം ഞാൻ എൻ്റെ യൂണിഫോം ഇട്ട് വയ്ക്കാറുള്ള കവറുമെടുത്ത് ഷെഡിന് പിന്നിലേക്ക് നടന്നു. അവിടെയാണ് ഞാൻ എൻ്റെ സൈക്കിൾ വയ്ക്കാറുള്ളത്. ഷെഡിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ സൈക്കിൾ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി പുറത്തേക്ക് നടന്നു. ഞാൻ സൈക്കിൾ തള്ളിക്കൊണ്ട് ബസ്സിന് മുന്നിലെത്തി. ബസ്സിനെ മൊത്തത്തിലൊന്ന് നോക്കി. ഇല്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്നും ഇങ്ങനെ അല്ലലില്ലാതെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സൈക്കിളുമായി ഞാൻ ഗേറ്റിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് ബസ്സിൽ ആരോ ബെല്ലടിക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. ഞാൻ ഒന്ന് സംശയിച്ചു നിന്നു. എനിക്ക് തോന്നിയതായിരിക്കുമോ? ഞാൻ ബസ് നിർത്തിയിടത്തേക്ക് മെല്ലെ മെല്ലെ തിരിഞ്ഞു നോക്കി. ആ ഒരു നോട്ടത്തിൽ ഞാൻ പേടിച്ച് തരിച്ചു നിന്നുപോയി. എൻ്റെ ജീവൻ തന്നെ ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ബസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കറുത്ത പർദ്ദ പോലെയുള്ള വസ്ത്രം ധരിച്ച് ഒരു യുവതി ഇരിക്കുന്നു. ബസ്സിനുള്ളിലാകെ ഒരു ചുവന്ന വെളിച്ചം പരന്നിരിക്കുന്നു. വായിൽ നിന്നും ചോര ഒലിപ്പിച്ചുകൊണ്ട് അവർ എന്നെ തന്നെ നോക്കി ചിരിക്കുകയാണ്. അവരുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. പേടിച്ചിട്ട് സൈക്കിളിൽ നിന്നും എൻ്റെ പിടിവിട്ടുപോയി. സൈക്കിൾ താഴെ വീണു. ഞാൻ പെട്ടെന്ന് എൻ്റെ മുഖം ഇടതുവശത്തേക്ക് വെട്ടിച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ചു.
കുറച്ച് സമയം കണ്ണടച്ച് അനങ്ങാതെ നിന്നു. അല്പം കഴിഞ്ഞ് ധൈര്യം വീണ്ടെടുത്ത് കണ്ണു തുറന്നു നോക്കി. ഇല്ല, ബസ്സിൽ ആരും തന്നെയില്ല. എന്തായാലും ഒന്ന് കയറി നോക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എനിക്ക് വെറുതെ തോന്നിയതാകും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ബസ്സിനടുത്തേക്ക് നടന്നു. ബസ്സിനടുത്തേക്ക് നടക്കുന്തോറും ഉള്ളിൽ ഭയം കൂടിക്കൂടി വന്നു. ബസ്സിന് മൊത്തത്തിൽ ഒരു പേടിപ്പെടുത്തുന്ന രൂപമാറ്റം വന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ മെല്ലെ ഡോർ തുറന്നു. സ്റ്റെപ്പിന് സൈഡിലുള്ള കമ്പിയിൽ പിടിച്ച് ഉള്ളിൽ കയറി. അതുവരെ ഇല്ലാതിരുന്ന ഒരു അത്തറിൻ്റെ സുഗന്ധം ബസ്സിൽ മുഴുവൻ പരന്നിട്ടുണ്ടായിരുന്നു. ഇതെവിടുന്നാണ് ഈ മണം? ഞാൻ ബസ്സിൽ മുഴുവൻ പരതി. മുന്നിലെ ഇടതുവശത്തെ രണ്ടാമത്തെ സീറ്റിൽ നിന്നും എനിക്ക് ഒരു അത്തർകുപ്പി കിട്ടി. ഏതെങ്കിലും യാത്രക്കാരുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോയതാവും. ഞാൻ അത്തർകുപ്പിയും എടുത്ത് പുറത്തിറങ്ങാനായി ബസ്സിൻ്റെ പിന്നിലെ ഡോറിനടുത്തേക്ക് നടന്നു. ഞാൻ ഒരിക്കൽ കൂടി ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി. അതാ വീണ്ടും എന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു നിഴൽ സീറ്റിലിരിക്കുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടന്നു. ഞാൻ ടോർച്ചടിച്ച് വിശദമായി നോക്കി. എൻ്റെ തോന്നലായിരുന്നു അത്. സീറ്റിൽ ആരുമില്ലായിരുന്നു. ഞാൻ പുറത്തിറങ്ങി. താഴെ വീണ് കിടന്ന സൈക്കിൾ കയ്യിലെടുത്തു. ചവിട്ടാനായി നോക്കിയപ്പോൾ പിന്നിലെ ടയർ പഞ്ചറായിരിക്കുന്നു. നാശം, പഞ്ചറാവാൻ കണ്ട സമയം എന്ന് ശപിച്ചുകൊണ്ട് ഞാൻ സൈക്കിൾ സ്റ്റാൻഡിൽ തന്നെ ഇട്ടു. ഇനിയിപ്പോൾ നാളെ ശരിയാക്കാം, തൽക്കാലം നടന്നു പോകാം എന്ന് കരുതി ഞാൻ ടോർച്ചും കത്തിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നപ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ ബെൽ ആരോ അടിക്കുന്നതായി തോന്നി. ഇത്തവണ പേടിക്കാനുള്ള ശേഷി എനിക്കില്ലായിരുന്നു. തോന്നലാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സൈക്കിൾ വെച്ചിടത്തേക്ക് ടോർച്ചടിച്ച് നോക്കി. ഒരു ചെറിയ കറുത്ത നിഴൽ രൂപം സൈക്കിളിനോട് ചേർന്ന് നിൽക്കുന്നു. ഒരു മിന്നായം പോലെയേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ പേടിച്ച് മുഖം തിരിച്ചു കളഞ്ഞു. പിന്നീടൊന്നും കൂടെ നോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അന്ന് ആരെയെങ്കിലും വിളിച്ച് പറയണമെങ്കിൽ മൊബൈൽ ഫോണുമില്ല. പിന്നെ നിവർത്തികെട്ട് ഞാൻ സകല ദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളിച്ചു. ഒരു തവണ നിലവിളിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ബോധം നഷ്ടപ്പെട്ട് താഴെ വീണു. മുഖത്ത് വെള്ളം വീഴുമ്പോഴാണ് പിന്നീട് എനിക്ക് ബോധം വരുന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചുറ്റും ഉണ്ണിയുടെ സുഹൃത്ത് പ്രകാശനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും നിൽക്കുന്നുണ്ടായിരുന്നു. എണീറ്റ ഉടനെ ഞാൻ അവർ കൊണ്ടുവന്ന വെള്ളം മുഴുവൻ കുടിച്ചു. എന്താ ഉണ്ടായത്? പ്രകാശൻ ചോദിച്ചു. ഞാൻ ബസ്സിനടുത്തേക്ക് ചൂണ്ടിക്കൊണ്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ പ്രകാശൻ പറഞ്ഞു, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും കാലം എൻ്റെ തോന്നലായിരിക്കുമെന്ന് കരുതി ഞാൻ പറയാതിരുന്നതാണ്. ഈ ബസ് ഇവിടെ നിർത്തിയിടാൻ തുടങ്ങിയത് മുതൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും രാത്രി ബസ്സിൽ നിന്നും ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കാറുണ്ട്. വല്ല എലിയോ മറ്റോ ആണെന്ന് കരുതി ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഇപ്പോൾ നീ പറഞ്ഞതുകൂടെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഇന്ന് നീ എന്തായാലും രാത്രി തനിച്ചു പോകണ്ട. രാവിലെ നേരം വെളുത്തിട്ട് പോകാം. ആ അഭിപ്രായത്തെ ഞാൻ മാനിച്ചു. അന്ന് രാത്രി ഞാൻ അവിടെ കഴിയാൻ തീരുമാനിച്ചു. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഹോട്ടലിലേക്ക് വരുന്നത് കാണാഞ്ഞിട്ട് എന്നെ അന്വേഷിച്ച് ഉണ്ണിയും രാജനും വന്നു. ഉണ്ടായ സംഗതികളെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ അവർ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നായിരുന്നു അവരുടെ പക്ഷം. പക്ഷേ അവരോട് യോജിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ സമാധാനത്തിന് വേണ്ടി തൊട്ടടുത്ത ദിവസം ഞാൻ നാട്ടിലെ ഒരു പ്രസിദ്ധനായ പണിക്കരെ കണ്ട് പ്രശ്നം അവതരിപ്പിച്ചു. അദ്ദേഹം അന്ന് തന്നെ വന്ന് ചില കർമ്മങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിച്ചു. പ്രധാനമായും ആദ്യത്തെ ഉടമസ്ഥൻ ആ ബസ് 4 വർഷം ഉപയോഗിച്ച് വിൽക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചിരുന്നില്ല. കുറഞ്ഞ വിലയിൽ ഒത്തുകിട്ടിയപ്പോൾ വാങ്ങിയതാണെന്ന് ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. എന്നാൽ അത് വിൽക്കാനുണ്ടായ കാരണം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഞങ്ങൾ 3 പേരും തമിഴ്നാട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയ ഞങ്ങൾ കാര്യമായി തന്നെ അന്വേഷിച്ചു. അപ്പോഴാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. ഏതാണ്ട് 8 മാസം മുമ്പ് ആ ബസ് അമിത വേഗതയിൽ ഓടി നിയന്ത്രണം വിട്ട് ഒരു അപകടത്തിൽപ്പെടുകയും ആ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരായ ഒരമ്മയും 10 വയസ്സുള്ള അവരുടെ മകളും മരണപ്പെടുകയും ചെയ്തു. അന്ന് ആ കുട്ടിയുടെ 10ാം പിറന്നാളായിരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് അവർ മരിച്ച വിഷമത്തിൽ ആത്മഹത്യ ചെയ്തു. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. അവിടെ പ്രായമായ ഒരു അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മരിച്ച 3 പേരുടെയും ഫോട്ടോകൾ സ്വീകരണ മുറിയിൽ വെച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. പെട്ടെന്നാണ് എനിക്ക് പരിചയമുള്ള ഒരു സുഗന്ധം അവിടെ നിന്നും കിട്ടാൻ തുടങ്ങിയത്. അത് അന്വേഷിച്ചു ചെന്ന എനിക്ക് അവരുടെ മുറിയിൽ നിന്നും ഒരു അത്തർകുപ്പി കിട്ടി. എനിക്ക് ബസ്സിൽ നിന്നും കിട്ടിയ അതേ സുഗന്ധമുള്ള അത്തർകുപ്പി. എന്തൊക്കെയോ അപ്പോൾ മനസ്സിലൂടെ മിന്നിമറഞ്ഞു പോയി. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ആ അപകടത്തെക്കുറിച്ച് അന്വേഷിച്ചു. ആ ബസ് ജീവനക്കാർ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന നിയമത്തിൻ്റെ പഴുതിലൂടെ കുറ്റവിമുക്തരാക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നറിയാൻ കഴിഞ്ഞു.
അതിനുശേഷം ഞങ്ങൾ പോയത് ബസ്സിൻ്റെ ആദ്യത്തെ ഉടമസ്ഥൻ്റെ വീട്ടിലേക്കായിരുന്നു. ആ അപകടത്തിന് ശേഷം ബസ്സിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ പതിവില്ലാത്ത പല അനിഷ്ട സംഭവങ്ങളുമുണ്ടായി. ഇതിനെല്ലാം കാരണം ആ മരണപ്പെട്ടവരുടെ ശാപമാണെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെയാണ് ആ ബസ് വിൽക്കുന്ന സാഹചര്യത്തിലേക്ക് അവരെത്തിയത്. എല്ലാം അറിഞ്ഞപ്പോൾ മനസ്സിന് ഒരു വിങ്ങലായിരുന്നു. ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. ആ ബസ് ഇനി സമാധാനപരമായ ഒരു ജീവിതം തരില്ല എന്നെനിക്ക് തോന്നിത്തുടങ്ങി. കുറച്ചുനാൾ ഞാൻ മനസ്സോടെ ആ ബസ് ഓടിച്ചു. എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ആ പണിക്കരെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് പിന്നീട് എനിക്ക് ആത്മവിശ്വാസം നൽകിയത്. മറ്റുള്ള ആളുകളുടെ ജീവന്റെ വില നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിരിക്കാം ഒരുപക്ഷേ ആ രാത്രി അങ്ങനെയൊക്കെ കണ്ടത്. നിങ്ങൾ വാങ്ങിയ ശേഷം ആ ബസ് ഒരിക്കലും അപകടത്തിൽപ്പെടുകയോ ആർക്കും പരിക്ക് സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. ഒരപകടം ഉണ്ടാവേണ്ടിയിരുന്നത് ദൈവം സഹായിച്ച് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. നിങ്ങളെ ആരെയും ഒരു ആത്മാവും പ്രേതവും ഉപദ്രവിച്ചിട്ടുമില്ല. ഇപ്പോൾ ആ ബസ്സിൻ്റെ ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മറ്റൊരു ജീവൻ കൂടി പൊലിയാതിരിക്കാൻ വേണ്ടിയാകാം അന്ന് രാത്രി ആ ഭയപ്പെടുത്തുന്ന കാഴ്ചകളെല്ലാം കണ്ടതും അതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് നിങ്ങൾ പോയതും. ആ അന്വേഷണത്തിനൊടുവിൽ നിങ്ങൾ ചെന്നെത്തിയത് വലിയൊരു തിരിച്ചറിവിലേക്കാണ്. അതായിരിക്കാം ഒരുപക്ഷേ ആ ആത്മാക്കൾ ആഗ്രഹിച്ചത്. ഇനി അങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണില്ല. മറ്റുള്ളവരുടെ ജീവനും കൂടി വില കൽപ്പിച്ചുകൊണ്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോയി നോക്കൂ. എല്ലാം നന്നായി വരും. ധൈര്യമായിട്ട് പോയിക്കോളൂ. അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് ഞാൻ പുറത്തേക്കിറങ്ങി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് ധൈര്യം പകർന്നു. ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി വീണ്ടും ഒരുപാട് കാലം വളയം പിടിച്ചു. ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഒരിക്കലും അശ്രദ്ധമായി വണ്ടി ഓടിച്ചിട്ടില്ല. ദൈവം തുണച്ച് പിന്നീട് ഒരപകടവും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ അതിൽ 100% സന്തോഷവാനാണ്. ആ ബസ്സിന് പിന്നാലെ 7 ബസ്സുകൾ ഞാൻ സ്വന്തമാക്കി. അതെല്ലാം ചിലപ്പോൾ ദൈവം തീരുമാനിച്ചിട്ടുള്ളതാവാം. കാലാവധി കഴിഞ്ഞിട്ടും ആദ്യം വാങ്ങിച്ച ആ ബസ് പൊളിച്ചു കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല. അത് ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ സംരക്ഷിച്ചു വരുന്നു. ഒരുപക്ഷെ തൻ്റെ വരും തലമുറകൾ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുന്നതിനും തൻ്റെ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആ മുത്തശ്ശൻ പറഞ്ഞ കെട്ടുകഥയുമാവാം ഇത്.